ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച തോറുമുള്ള ധ്യാനത്തിൻ്റെ തുടർച്ചയായി ഇന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകവ്യാപകമായി ജാതിമത ഭാഷാ ഭേദമന്യേ ഏവർക്കും അറിയാവുന്ന ബാബേൽ ഗോപുരത്തിൻ്റെ കഥ കേന്ദ്രീകരിച്ച് അതിൻ്റെ സമകാലീന പ്രസക്തി എന്താണ് എന്ന അന്വേഷണമാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്കായി മാത്രം വിഭാവന ചെയ്തിട്ടുള്ള ഈ ഒരു അന്വേഷണ പരമ്പര ഏവർക്കുമായി ഞാൻ സാദരം സമർപ്പിക്കുന്നു. ഞാനെപ്പോഴും ആലോചിക്കുകയും വ്യസനിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം, മതമേഖലയിൽ മനുഷ്യനെ ചിന്തിക്കുവാനുള്ള അവകാശം ഏതാണ്ട് ഒട്ടുമുക്കാലും നശിച്ചു പോയിരിക്കുന്നു എന്നതാണ്. മതസ്വാതന്ത്ര്യത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ മനുഷ്യ അവകാശങ്ങളെ മുഴുവനും ചേർത്ത് നാം വായിക്കേണ്ട ഒരാവശ്യമുണ്ട്. കാരണം മതസ്വാതന്ത്ര്യം വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യ അവകാശങ്ങളുടെ അഭേദ്യമായ ഒരു ഭാഗമായിട്ടാണ്. മനുഷ്യ അവകാശങ്ങളിൽ നിന്ന് മതസ്വാതന്ത്ര്യത്തെ മാറ്റി സ്ഥാപിക്കാൻ സാധ്യമല്ല. മനുഷ്യ അവകാശങ്ങളിൽ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും രാജ്യങ്ങളും ജനതകളും വളരെ പ്രാധാന്യം കൽപ്പിച്ച് വിലമതിക്കുന്ന ഒരു കാര്യമാണ് ചിന്തിക്കുവാനും അഭിപ്രായം പ്രകടിപ്പിക്കുവാനും അന്വേഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. അതിനെ മാനിക്കാത്ത മതസംവിധാനങ്ങൾക്ക് മതസ്വാതന്ത്ര്യം തന്നെ അവകാശപ്പെടുവാൻ അർഹതയില്ല എന്ന ഒരു യാഥാർത്ഥ്യം പാടെ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സമസ്യ തന്നെയാണ്. ഇതിനെപ്പറ്റി അവരും ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ഇത്തരുണത്തിൽ സാധ്യമാകുകയുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ കേന്ദ്രീകൃതമായ ചില ചിന്തകൾ അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഏവരുമായി പങ്കിടണമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നമ്മുടെ വായനാ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ജനത അവരുടെ ഐക്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ കഴിവിൻ്റെ, അവരുടെ സമ്പത്തിൻ്റെ, അവരുടെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മഹനീയമായ സാധ്യതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടേതായ ഒരു ഉപാധി നിർമ്മിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതെന്താണ്? വരുവിൻ നാം ഭൂമിയുടെ പരപ്പിൽ ചിതറിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ പ്രത്യേകമായ വിലമതിക്കാവുന്ന ഒരു വിധത്തിലും പഴുതു ചാരുവാൻ ഇടയില്ലാത്ത ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയുടെ പരപ്പിൽ ചിതറിപ്പോവുക എന്നത് നല്ലൊരു അവസ്ഥയല്ല എന്നത് പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ മുഖ്യധാര ചിന്തയോട് അല്പം വേറിട്ട് നിൽക്കുന്നതിനാൽ ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചിതറിപ്പോകുന്നതും നല്ലതാണ്, അത് വേറൊരു വിഷയമാണ്. അത് മറ്റൊരു തരുണത്തിലായിക്കൊള്ളട്ടെ. അതിൻ്റെ ഉദാഹരണം, യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ യെരുശലേമിൽ കൂടിയിരുന്നപ്പോഴാണ് അവർ പരസ്പരം ശണ്ട കൂടിയിരുന്ന് കലഹിച്ചത്. അതിന് അറുതി വരാനായിട്ടാണ്. മാത്രവുമല്ല, ഈ സുവിശേഷം ലോകത്ത് എമ്പാടും പരക്കുന്നതിന് വേണ്ടി യെരുശലേമിൽ മാത്രം കൂടിയിരിക്കുവാൻ താല്പര്യപ്പെട്ട അപ്പോസ്തലന്മാരെ ചിതറിച്ച് കളഞ്ഞു. പ്രകൃതിയിൽ വിത്തുകൾ ചിതറിക്കുവാനുള്ള ക്രമീകരണമുണ്ട്, അതുകൊണ്ടാണ് പ്രകൃതി നിലനിൽക്കുന്നത്. അങ്ങനെ പലവിധമായ സാധ്യതകളുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം പ്രവേശിക്കുന്നത്. അപ്പോൾ പ്രഥമദൃഷ്ട്യാ വളരെ മഹനീയമായ അഭിലഷണീയമായ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഈ വലിയ സംരംഭത്തിലേക്ക് ആളുകൾ ചെന്നു ചേരുന്നത് അല്ലെങ്കിൽ കാലുകുത്തുന്നത് എന്ന് മനസ്സിലാക്കാം.
മാത്രമല്ല അവർ സാങ്കേതികമായി വളർന്നു, അവർക്ക് സ്വത്തുണ്ടായി, കഴിവ് വർദ്ധിച്ചു. അതിൻ്റെ ഫലമായി ഇത് ചരിത്രപരമായി വളരെയധികം സത്യം ഉൾക്കൊള്ളുന്ന ഒരു സംഭവ വികാസമാണ്. അന്ന് വരെയും ആ ജനതയുടെ ഐക്യത്തിൻ്റെ ഏക ബിന്ദു ദൈവമായിരുന്നു. ദൈവകേന്ദ്രീകൃതമായ ഒരു ജനസമൂഹം അവർ ഐക്യതയിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. ആ താഴ്വരയിൽ വസിച്ചിരുന്ന ആളുകൾ പരസ്പരം യുദ്ധം ചെയ്തതായിട്ടോ ശണ്ട കൂടിയതായിട്ടോ തിരിവ് കാണിച്ചതായിട്ടോ കക്ഷി ചേർന്ന് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടതായിട്ടോ യാതൊരു സൂചനയും അവിടെയില്ല. അപ്പോൾ വളരെ അനായാസമായി സന്തോഷത്തോടെ ദൈവകേന്ദ്രീകൃതമായ ഐക്യത്തിൽ ഒരു സമൂഹം ദീർഘനാൾ വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. പക്ഷെ അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അങ്ങനെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ജനത അവരുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാനായി ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് കഴിവുണ്ട്, അതുകൊണ്ട് നമ്മുടേതായ ഒരു വിധത്തിൽ നമ്മുടെ കൈ കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു സ്തംഭം നമ്മുടെ ഐക്യത്തിൻ്റെ നിദാനമായി തീരട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്തൊരു സ്തംഭത്തെ സ്ഥാപിക്കുന്ന വളരെ ശ്രദ്ധേയമായ, ചരിത്രത്തിൽ വളരെയധികം മാറ്റൊലി കൊള്ളുന്ന ഒരു സംഭവ വികാസമാണിത് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിഞ്ഞാൽ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ ബാബേൽ ഗോപുരം ചരിത്രാതീത കാലത്ത് മനുഷ്യർ നടത്തിയ ഒരു സാഹസിക യജ്ഞത്തിൻ്റെ അതിൻ്റെ തകർച്ചയുടെ ഉദാഹരണമായിട്ടല്ല. ബാബേൽ ഗോപുരത്തിൻ്റെ സമകാലീന പ്രസക്തി എന്താണ് എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. ബാബേൽ ഗോപുരം അതിൻ്റെ പണി പൂർത്തിയായില്ലെങ്കിലും അല്ലെങ്കിൽ അത് തകർന്നു പോയെങ്കിലും അസ്തമിക്കാത്ത ഒരു പ്രതീകമായി, ഒരു ബിംബമായി തന്നെ ചരിത്രത്തിൽ ഇപ്പോഴും അത് ഇടം പിടിച്ച് തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കുവാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഇവിടെ നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ചില സിംബൽസ്, ചില പ്രതീകങ്ങളുണ്ട്. അത് രണ്ട് പ്രതീകം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, ഏദൻ തോട്ടം ഒരു പ്രതീകമാണ്. ഗാർഡൻ ഈസ് എ സിംബൽ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രതീകമാണ് ബിംബം എന്നുള്ളത്. ഗാർഡൻ ടു ടവർ, തോട്ടം തൊട്ട് ബിംബം വരെ, ഈഡൻ തൊട്ട് ബാബേൽ വരെ. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഏദൻ തോട്ടത്തെപ്പറ്റി നാം മനസ്സിലാക്കേണ്ടത്, അതൊരു തോട്ടം, നാം അറിയുന്നത് ഒരു തോട്ടം എന്ന അവസ്ഥയിലല്ല. അത് മനുഷ്യരാശിയുടെ ഇഹലോക അനുഭവത്തിൽ ഒരു കാലത്തും അപ്രസക്തമാകുവാൻ സാധ്യമല്ലാത്ത ചില അടിസ്ഥാന പ്രമാണങ്ങളുടെ അനാവരണമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവം നാം മനസ്സിലാക്കേണ്ടത്. അതിനെപ്പറ്റിയും ഇപ്പോൾ ഞാൻ കൂടുതലായി ഒന്നും പരാമർശിക്കുന്നില്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് നാം സ്വീകരിച്ച് ബാബേൽ ഗോപുരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർത്തിരിക്കേണ്ട മർമ്മം, ഏദൻ തോട്ടം സൂചിപ്പിക്കുന്ന അടിസ്ഥാനപരമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യം, അതായത് എന്തിനേയും വികൃതമാക്കുവാനുള്ള സാധ്യത മനുഷ്യ സ്വഭാവത്തിലുണ്ട് എന്നത് തന്നെ. ദൈവം മനുഷ്യർക്ക് തോട്ടം കൊടുത്താൽ അതിനെ മണലാരണ്യമാക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. മണലാരണ്യത്തെ തോട്ടമാക്കാനും തോട്ടത്തെ മണലാരണ്യമാക്കുവാനും മനുഷ്യന് സാധ്യതയുണ്ട്. ഇപ്പോൾ ഏദൻ തോട്ടത്തെ ഒരു വ്യക്തിയുടെ അനുഭവമാക്കി നാം ചിന്തിച്ചാൽ, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തെ നരകമാക്കാനും അങ്ങനെ നരകത്തിൽ ആയിരിക്കുന്നു എന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകൾക്ക്
അവരുടെ ജീവിതത്തെ സ്വർഗതുല്യമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു, പക്ഷേ അതിനുശേഷം അനന്തമായ മനുഷ്യൻ ഏദൻ തോട്ടത്തിലൂടെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൽ മനുഷ്യൻ്റെ വഴികാട്ടിയായിട്ടാണ് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ലോകത്തിൽ വന്നത് എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ആകമാനമായ ദർശനം, വിശാലമായ ദർശനം. അപ്പോൾ അതുകൊണ്ട് ഏദൻ തോട്ടം ആദാമിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടുവെങ്കിലും മനുഷ്യരാശിയുടെ അവസ്ഥയിൽ ഏദൻ തോട്ടം ഇപ്പോഴും നല്ലതായി വേര് ഊന്നി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഏദൻ തോട്ടത്തിൻ്റെ മറുപുറമായിട്ടാണ് മണലാരണ്യം. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മണലാരണ്യത്തിൽ പോയി 40 പകലും 40 രാവും ഉപവസിച്ചു എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ ഏദൻ തോട്ടത്തിനെ എപ്രകാരം അധപ്പതിപ്പിച്ചോ ആ അവസ്ഥയാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം. ആ അവസ്ഥയിൽ നിന്ന് വേണം മനുഷ്യൻ്റെ മടക്കി വരവ്, തിരിച്ചുള്ള യാത്ര, ഏദൻ തോട്ടത്തിലേക്കുള്ള മടക്കയാത്രയുടെ ആരംഭം കുറിക്കേണ്ടത് എന്നതാണ് ഇതിൻ്റെ താല്പര്യം. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതുപോലെ തന്നെ നാം ഇനിയും ബാബേൽ ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നൊരു ഐക്യമുണ്ട്. ആ ഐക്യത്തിൻ്റെ നിദാനം ദൈവവും മനുഷ്യനുമായിട്ടുള്ള പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തിൻ്റെ ഒരു അംശമാണ് ആരാധന. ആ പങ്കാളിത്തത്തിൻ്റെ ഏറ്റവും പ്രകടവും പ്രാധാന്യം അർഹിക്കുന്നതും അർത്ഥവും സാധ്യതയുമുള്ള അംശം അധ്വാനം തന്നെയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ദർശനത്തെ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ദയവായി ഒന്ന് കരുതിക്കൊള്ളുക, ആരാധനയേക്കാൾ അധ്വാനത്തിനാണ് വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ആദ്യത്തെ 3 അധ്യായങ്ങൾ മാത്രം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. മാത്രമല്ല മോശയിൽ കൂടെ എന്ന് വിശ്വസിക്കപ്പെടുന്ന 10 കൽപ്പനകൾ നാം വായിക്കുമ്പോൾ അതിലും വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. 6 ദിവസം നീ നന്നേ അധ്വാനിച്ച് നിൻ്റെ വേല ഒക്കെയും തികയ്ക്ക, അതിനുശേഷം 7-ാം ദിവസം ആരാധിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 7-ൽ 6 അധ്വാനവും 7-ൽ 1 ആരാധനയുമാണ്. പക്ഷെ നാം അത് നേരെ മറിച്ച് 6-ൽ 1 അധ്വാനവും 7-ൽ 1 അധ്വാനവും 7-ൽ 6 ആരാധനയുമാക്കി. അത് പുരോഹിത വർഗത്തിൻ്റെ താല്പര്യമാണ്. അവർ 7-ൽ 7 ആരാധനയാണ്, 7-ൽ 0 അധ്വാനം. അത് ഒരു വലിയ വൈകല്യമാണ്. പുരോഹിത വർഗത്തിന് എക്കാലത്തും സംഭവിച്ച ധാർമ്മികവും മാനുഷികവും ആധ്യാത്മികവുമായ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം അവർ അധ്വാനിക്കാതെ ഇത്രികളെ പോലെ കഴിയുന്നു എന്നത് തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ അഭിമാനത്തോടെ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വേലയുമായി നിങ്ങളുടെ മധ്യത്തിൽ വന്നു, ഞാൻ സദ്വർത്തമാനം നിങ്ങളെ അറിയിച്ചു, പക്ഷേ ഞാൻ ആർക്കും ഭാരമായിരുന്നില്ല. എല്ലാ ദിവസവും അധ്വാനിച്ച് തൻ്റെ സന്ധിപ്പിനുള്ള വക കണ്ടുപിടിച്ചിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവവേല ചെയ്തത്. പക്ഷേ ഇന്നങ്ങനെയല്ല. ശരീരത്തിൽ വിയർപ്പിൻ്റെ മണം വരാതെ പൈസ ഉണ്ടാക്കുന്നൊരു മാർഗമായിട്ടാണ് ദൈവവേല മനുഷ്യർ കണക്കിലാക്കിയിരിക്കുന്നത്. അതിനേക്കാൾ വലിയ അധപ്പതനമില്ല എന്ന സമയത്ത് എന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നാം ബാബേൽ ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ സ്ഥലം മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കാം. ദൈവകേന്ദ്രീകൃതമായ ഐക്യത്തിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ സൃഷ്ടിയായ ഒരു ഗോപുരം അവൻ്റെ ഐക്യത്തിൻ്റെ നിദാനമായി സൃഷ്ടിക്കുകയും അതിനെ അവലംബിച്ച് ആശ്രയിച്ച് മുന്നോട്ട് ജീവിച്ചു കൊള്ളാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയുമാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇനി എന്തുകൊണ്ടാണ് ഗോപുരം? ഇത് വളരെ ശ്രദ്ധേയമാണ്. ഗോപുരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗോപുരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഉയർച്ചയും താഴ്ചയും ഉള്ളതാണ് ഗോപുരം. മേപ്പോട്ട് പോകണം, മേപ്പോട്ട് പോകുമ്പോൾ താപ്പോട്ടുമുണ്ട്. ഒരു ഗോപുരത്തിൻ്റെ ഘടന നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ എപ്പോഴും ഗോപുരത്തിൻ്റെ മേളെ തട്ടിലായിരിക്കും. അതിൻ്റെ താഴെ തട്ടിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല.
ഇപ്പോൾ ബർജ് അസീസി എന്ന് പറയുന്ന കെട്ടിടം ദുബായിൽ, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഉയരമുള്ള കെട്ടിടം അതാണ്. ഞാൻ അതിൻ്റെ താഴെ പോയി നിന്നിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള തട്ടിനെ പറ്റി ആർക്കും താല്പര്യമില്ല, അങ്ങ് മേളിലേക്കാണ് നോക്കുന്നത്. ഈ ഒരു ഘടന മനുഷ്യൻ്റെ സ്വഭാവത്തെ വളരെയധികം വികൃതമാക്കുന്നുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അതിൽ മേലേക്കിടയിലുള്ളവൻ, നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കുന്ന ആരാണ്? മേലാളന്മാരും കീഴാളന്മാരും. കീഴാളന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, മേലാളന്മാരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവരുടെ വായിൽ നിന്ന് എല്ലാ എന്താ പറയുന്നത് ബുദ്ധിയും പരിജ്ഞാനവും വരും. അവർക്ക് സംസ്കാരമുണ്ട്, അവർക്ക് അറിവുണ്ട്, അവർക്ക് മേന്മയുണ്ട്, അവർ ദൈവത്തെക്കാൾ അല്പം താഴെയാണ്. ഇങ്ങനെയുള്ള ധാരണയാണ്. എന്നാൽ താഴെയുള്ളവനോ താഴെ കിടക്കുന്നവനോ നികൃഷ്ടനാണ്. അല്ലെങ്കിൽ ഭാരതത്തിലെ നമ്മുടെ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ മ്ലേച്ഛനാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞത്, ഇന്ത്യൻ സംസ്കാരം അധപതിക്കാൻ തുടങ്ങിയത് മ്ലേച്ഛൻ എന്ന വാക്ക് കണ്ടുപിടിച്ചതോടുകൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാണത്. ഇന്ത്യൻ സംസ്കാരം അധപതിക്കാൻ തുടങ്ങിയത് മ്ലേച്ഛൻ എന്ന വാക്ക് കണ്ടുപിടിച്ചതോടുകൂടെയാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എന്താണ് ഈ മ്ലേച്ഛൻ എന്ന വാക്കിന് ഇത്രമാത്രം താല്പര്യം, വില നാം കൽപ്പിക്കുന്നത്? അതിൻ്റെ മേലെ ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ ഉന്നത തലത്തിലുള്ള വരേണ്യവർഗത്തിലെ ആളുകളുടെ മാഹാത്മ്യം. ഇപ്പം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ ശൂദ്രന്മാരില്ലെങ്കിൽ ബ്രാഹ്മണരെവിടെ പോവും? ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഇവിടെ പോവും. ഇപ്പം ശൂദ്രരില്ലെങ്കിൽ ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരായി പോവും. കുറഞ്ഞ പക്ഷം വൈശ്യരെങ്കിലും ശൂദ്രരായി പോവും. വൈശ്യരില്ലെങ്കിൽ ക്ഷത്രിയർ ശൂദ്രരായി പോവും. ക്ഷത്രിയരില്ലെങ്കിൽ ബ്രാഹ്മണരുമില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതാണ് ഈ അധികാര ഘടന, ഹയറാർക്കി എന്ന് പറയും. ഇതിന് ഹയറാർക്കി എന്ന് പറയും. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ബാബേൽ ഗോപുരം എന്നത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തിൻ്റെ സാർവലൗകികമായ ചിന്താരീതിയും പ്രകടനവും വെളിപ്പെടുത്തുന്നൊരു ഘടനയുണ്ട്. സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഫോളൻനെസ്. ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഫോളൻനെസ്, അതായത് മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ ഘടന എന്താണ്? ഈ ഹയറാർക്കിയാണ്. ഔന്നത്യത്തിലിരിക്കുന്നവൻ, താഴെ കിടക്കുന്നവൻ, എല്ലാവരും ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യേശു യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്. എന്താണ് അവരുടെ കാല് കഴുകുന്നത്? അവരുടെ മുഖം കഴുകിയാൽ പോരെ? അല്ലെ തലേ വെള്ളം ഒഴിച്ചാൽ, നമ്മുടെ പുരോഹിതന്മാരൊക്കെ ചെയ്യുന്നത് തലേ വെള്ളം ഒഴിച്ചാൽ പോരെ? ഈ കാല് കഴുകുന്നതിൻ്റെ അർത്ഥം ഈ ഹയറാർക്കിയെ ചോദ്യം ചെയ്യും, അധികാര ഘടനയെ ചോദ്യം ചെയ്യുന്ന ഒരു ക്രിയയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതുപോലെ തന്നെ ബാബേൽ ഗോപുരം മനുഷ്യ സ്വഭാവത്തിൻ്റെ അധപ്പതനം, അതിൻ്റെ വൈകല്യം, അതിൻ്റെ പൈശാചികവും കിരാതനവുമായ പ്രവണതകളുടെ ചരിത്രപരമായ ആവിഷ്കാരമാണ് എന്നാരും പറയില്ല. നാം വ്യക്തമായി തിരിച്ചറിയേണ്ട കാര്യം, മനുഷ്യൻ്റെ അധപ്പതനത്തെ സൂചിപ്പിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. 3 ഘടകങ്ങൾ. ഒന്ന് ഗോപുരം. 3 ഘടകങ്ങളുണ്ട്. അതിൽ ഗോപുരം എന്നത് ഹയറാർക്കിയെ സൂചിപ്പിക്കുന്നു. ഹയറാർക്കി, അധികാര ഘടന. നമുക്കറിയാം മനുഷ്യൻ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഭവനമാണെങ്കിൽ പോലും അവിടെയൊക്കെ ഒരു ഹയറാർക്കിയുണ്ട്. ചില ആളുകൾ അങ്ങ് തലപ്പത്തിരിക്കും, ചില ആളുകൾ കാലിന് അടിയിൽ കിടക്കണം. അപ്പോൾ ഇത് മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ പ്രകടന സ്വഭാവമാണ് എന്നാരും മനസ്സിലാക്കും. നാം ഹയറാർക്കി ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ വയ്യ എന്നൊരവസ്ഥയിലായി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ഞാൻ ഈ ഹൈറാർക്കിയെ പറ്റി പറഞ്ഞപ്പോൾ അതിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. എന്ത് വട്ടായി പറയുന്നത്. നിങ്ങൾക്ക് മനുഷ്യത്വത്തെപ്പറ്റി ചിന്തിക്കുവാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, മനുഷ്യത്വത്തെ അധപ്പതിപ്പിക്കുന്ന പ്രമാണങ്ങളിൽ അഗ്രഗണ്യമാണ് ഈ ഹൈറാർക്കി എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെ ഹൈറാർക്കി അല്ലെങ്കിൽ ഈ അധികാര ഘടന പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ബഹുഭൂരിപക്ഷം ആളുകളും അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സഭകളുടെ കാര്യമെടുത്താൽ, ഒരു സഭയിൽ ഒരു പള്ളിയിൽ 500 പേരുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിൽ കുറഞ്ഞത് 450 പേരെങ്കിലും, വേണ്ട 200 പേരെങ്കിലും ആ സഭയുടെ ചുമതലയുള്ള അച്ഛനേക്കാൾ ചിന്തിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും കഴിവ് കൂടിയവരാണ്, അറിവുള്ളവരാണ്, ലോക പരിചയമുള്ളവരാണ്, ദൈവഭയമുള്ളവരാണ്, മാനുഷികമായ നന്മ കൂടിയവരാണ്. പക്ഷേ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് അച്ഛൻ്റെ അഭിപ്രായത്തേക്കാൾ മേന്മേറാന്ന് പറഞ്ഞാൽ അച്ഛന് സഹിക്കത്തില്ല. പിന്നെ മെത്രാൻ്റെ കാര്യം പറയണം. ഇത് എനിക്ക് ആരെയും കുറ്റം ചാർത്താനുള്ള താല്പര്യമുണ്ടായിട്ടല്ല ഇത് യാഥാർത്ഥ്യമാണെന്ന് നാം തിരിച്ചറിയണം. ഞാൻ ഈ അടുത്ത കാലത്ത് വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ എന്ന നോവലിനെ പറ്റി പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ആ നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഈ വർഷമാകുമ്പോൾ 100 വർഷം തികയുന്നു എന്നതുകൊണ്ടും കൂടെയാണ്. അതിൽ അദ്ദേഹം വാട്ടർലൂ യുദ്ധത്തെ പറ്റി പറയുന്ന ഭാഗത്ത് ഇംഗ്ലീഷ് മിലിറ്ററി കൾച്ചറിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ കൾച്ചറിൽ ഓഫീസർ റാങ്കിന് താഴെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ പടയാളി വളരെ ധീരസാഹസികമായ എന്തെങ്കിലും ചെയ്താൽ അത് റിപ്പോർട്ട് പോലും ചെയ്യരുത് എന്ന ഒരു നിർബന്ധമുണ്ട് എന്ന് വിക്ടർ ഹ്യൂഗോ അവിടെ പറയുന്നു. അത് ഹൈറാർക്കിയുടെ പ്രശ്നമാണ്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് 3 പ്രിൻസിപ്പൽസിൻ്റെ കീഴെ ജോലി ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അതിലൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് സഹിക്കാൻ മേലുന്ന കാര്യം എനിക്കെന്തോ കഴിവുകളുണ്ട് എന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴേ ജോലി ചെയ്യുന്ന ഒരാൾ ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ല. അന്ന് ഞാൻ അന്താരാഷ്ട്രീയ തലത്തിൽ HIV AIDS എന്ന മേഖലയിൽ വളരെ അധികം സ്വീകാര്യത പ്രശസ്തി പ്രാപിച്ച കാലഘട്ടം. ഏഷ്യയിൽ ആദ്യമായി എയ്ഡ്സിനെ പറ്റി പുസ്തകം ഞാനാണ് പബ്ലിഷ് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യം എയ്ഡ്സിനെ പറ്റി ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയത് ഞാനാണ്. 2 പുസ്തകങ്ങൾ എൻ്റേത് എയ്ഡ്സിനെ പറ്റിയുള്ളത് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ റെഫറൻസ് പുസ്തകങ്ങളായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മുഴുവനും കൂടെ എയ്ഡ്സ് കോൺഫറൻസ് നടത്തിയപ്പോൾ, പാൻ ആഫ്രിക്കൻ എയ്ഡ്സ് കോൺഫറൻസ് 1994, അതിൻ്റെ ഒരു സെഷൻ്റെ മുഖ്യ പ്രാസംഗികനായിട്ട് ഏഷ്യയിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഞാനൊരു സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. എന്നാൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി ഒരു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ടായില്ല. അതിനെപ്പറ്റി എട്ടും പൊട്ടും അറിയാത്ത ആളുകളെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുമ്പോൾ ഞാൻ അവഗണിക്കപ്പെടുന്നത്. കാരണം എന്താണ്? ഞാൻ പ്രിൻസിപ്പലല്ല, എനിക്ക് മേളൊരു പ്രിൻസിപ്പലുണ്ട്, അദ്ദേഹത്തെക്കാൾ ഷൈൻ ചെയ്യുന്നത് സഹിക്കും. ഞാൻ വ്യക്തിപരമായ പരാതിയായിട്ട് പറയുന്നത് ഇതാണ് നമ്മുടെ അവസ്ഥ. എന്തുകൊണ്ടാണ് ഭാരതം തല താഴോട്ട് കൂപ്പുന്നതെന്നറിയാം. ഇതേ പ്രശ്നമാണ്. ഈ പ്രശ്നം വളരെ വളരെ വലുതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരിടത്തല്ല, 2 ഇടത്തല്ല, എവിടെ പോയാലും നമുക്കൊരു കഴിവുമില്ലെങ്കിൽ ഒരു പ്രയാസമില്ല ജീവിക്കാം. പക്ഷേ എന്തെങ്കിലും കഴിവുണ്ടെന്ന് നമ്മുടെ മേലിരിക്കുന്ന ആളുകൾക്ക് ബോധ്യം വന്നാൽ നിങ്ങളുടെ ജീവിതം നരകമായി തീരും. ദയവായി മനസ്സിലാക്കുക. ഇത് ഹൈറാർക്കിയുടെ പ്രശ്നമാണ്. ഈ ഹൈറാർക്കി മാറ്റിയെങ്കിൽ മാത്രമേ മനുഷ്യനാകുകയുള്ളൂ, മനുഷ്യൻ സ്വതന്ത്രനാകുകയുള്ളൂ എന്നതാണ് യേശു നടത്തിയ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. അത് നമുക്ക് സ്വീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല, സ്വാതന്ത്ര്യമില്ല. കാരണം നാം പിറന്നപ്പോൾ തൊട്ട് ഹൈറാർക്കിയുടെ വിഷം കഴിച്ചാണ് നാം ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ബാബേൽ ഗോപുരം എന്നത്
അത് തകർക്കപ്പെടേണ്ടതാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മമാണ് ഹയറാർക്കി. ഇന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് സഭാപരമായ ഹയറാർക്കി ഇല്ലെങ്കിൽ സഭ തകർന്നു പോകുന്നതാണ്. യേശു ഒരു ഹയറാർക്കിയെ വിഭാവന ചെയ്തിട്ടേ ഇല്ല എന്നത് 4 സുവിശേഷങ്ങളും ഒന്നുപോലെ വെളിപ്പെടുത്തുന്നതാണ്. അത് പത്രോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കും മറ്റൊരാളുടെ മേൽ അധികാരമില്ല, ആരും ആരുടെയും കീഴെയുള്ളതല്ല, ആരും ആർക്കും മേലെയല്ല. ഇവിടെ ഹയറാർക്കി ഉണ്ടാകരുത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സബദി മക്കൾ അവരുടെ ഹയറാർക്കി, നീ നിൻ്റെ മഹത്തുള്ള രാജ്യത്തിൽ വരുമ്പോൾ നിൻ്റെ ഇടത് വലത് ഭരിക്കാനുള്ള അവകാശങ്ങൾ തരുന്നത് ഹയറാർക്കിയാണ്. മറ്റുള്ള സഹപ്രവർത്തകരെക്കാൾ തലയെടുപ്പ് ഞങ്ങൾക്ക് വേണം. അവിടെ യേശു ആണ് പറയുന്നത്, അത് ഈ ലോകത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്ന വിധമാണ്. നിങ്ങളങ്ങനെ ആകരുത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകരുത്. നിങ്ങൾ ഈ അധികാര ഘടനാപരമായ ചിന്താഗതിയിലേക്ക് പോകരുത്. എന്ത് നിങ്ങൾ ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു, അത് തന്നെയാണ് സഭയുടെ രൂപീകരണത്തിൽ കൊണ്ട് വച്ചിരിക്കുന്നത് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ഏറ്റവും വലിയ അധപ്പതനവും പരാജയവും ഇവിടെയാണ്. സഭകളുടെ ജീവിതം, ഭാരതത്തിൽ ക്രിസ്തീയ സഭകൾ കാരമില്ലാത്ത ഉപ്പായി പോയതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് ഹയറാർക്കി, അത് വേണ്ടതുപോലെ ഞാനിതിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന ബോധ്യമായിരിക്കെ തന്നെ അടുത്തിലേക്ക് കടക്കാൻ പോകാൻ സമയത്തിൻ്റെ പരിമിതിയാണ്. രണ്ടാമത്താണ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന സാഹചര്യത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് വലിയ മേന്മയുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് ദളിത് ക്രിസ്ത്യൻസ് എന്നൊരു വിഭാഗമുണ്ട്. അവരെങ്ങനെ ദളിതായത്? അത് ഹെറിഡിറ്റി കൊണ്ട് മാത്രമാണ്. പിന്നെ സുറിയാനി ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ആളുകളുണ്ട്. അവരെങ്ങനെയാണ് സുറിയാനി ക്രിസ്ത്യാനികളായത്? ഹെറിഡിറ്റി കൊണ്ട് മാത്രമാണ്. ഈ ഹെറിഡിറ്റി ദുഃഖകരമെന്ന് പറയട്ടെ സുവിശേഷത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് 10-ാം സുവിശേഷം ആദ്യ ഭാഗം നാം നോക്കുമ്പോൾ യേശുവിൻ്റെ വംശാവലിയെ പറ്റി പറയുന്നത് അത് ഹെറിഡിറ്റിയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏതെങ്കിലും ഭാഗത്ത് തൻ്റെ ഹെറിഡിറ്റിയെ പറ്റി പറഞ്ഞായിട്ട് നിങ്ങൾ കാണിക്കാമോ? എന്ന് മാത്രവുമല്ല, നിങ്ങൾ ഹെറിഡിറ്റി സംബന്ധമായി അതായത് ഗോത്രപരമായി നിങ്ങൾ ചിന്തിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നില്ലേ? അത് അസ്ഥാനത്താണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേക ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. പക്ഷേ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ തള്ളപ്പെടുമെന്ന് യേശു പറയുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉണ്ടാക്കാം. നിങ്ങളതിനകത്ത് നഗലിക്കൊന്നും വേണ്ട. അത് നിങ്ങളുടെ അധപ്പതനത്തിൻ്റെ സ്വരങ്ങളാണ് എന്ന് യേശു പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നാം ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയുമെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും നമ്മുടെ ചിന്താഗതി 100% ലൗകികമാണ്. പ്രത്യേകിച്ച് ഈ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞല്ലോ, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുണ്ടല്ലോ, അവിടെ കാര്യം പോക്കാണ്. കാരണം അവർക്ക് ഈ ഹയറാർക്കി ഹെറിഡിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പാരക്കത്തില്ല. അതുപോലെ പെന്തക്കോസ്തുകാരാണെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവർക്കും ഈ ഹെറിഡിറ്റിയും ഈ അതോറിറ്റിയും ഹയറാർക്കിയും ഇല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. എങ്ങനെ നോക്കിയാലും ഇതിൽ പ്രവർത്തിക്കുന്നത് ഭൗതികമായ മർമ്മം മാത്രമാണ് എന്ന് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ട് ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവിടെ ഇതൊക്കെ അവരുടെ ദൈവികമാണ്, ദൈവവേലയാണ് എന്ന തികച്ചും അസംബന്ധം വിഴുങ്ങിക്കൊണ്ട് ആൾ മുമ്പോട്ട് പോവുകയാണ്. വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ നല്ലതായ അംശങ്ങളിൽ, പഴയ നിയമത്തിൽ വളരെ വളരെ ഇടങ്ങളിൽ ഹയറാർക്കിപരമായ ചിന്തയുണ്ട്, യാതൊരു സംശയവുമില്ല. അത് മനുഷ്യൻ്റെ അധപ്പതനത്തിൽ, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ദൗത്യം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഹയറാർക്കി ഉണ്ടാകത്തില്ല. എവിടെയൊക്കെ സത്യത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും പരിഗണനയും പ്രതിഷ്ഠയും ഉണ്ടാകുന്നു, അവിടെ ഹയറാർക്കി ഉണ്ടാകുകയില്ല. അവിടെ ഹയറാർക്കിയെ അപലപിക്കുന്നതാണ് നാം കാണുന്നത്. പ്രവാചക ശബ്ദം എപ്പോഴും ഹയറാർക്കിക്കെതിരായിരുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വന്ന വലിയ ആ തകർച്ചയിൽ അവൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് നീയാണ് ആ മനുഷ്യനെന്ന് വിളിച്ചു പറയുവാൻ ഹയറാർക്കിയെ വിഴുങ്ങിയിരിക്കുന്ന
ഒരു മനുഷ്യർക്ക് സാധ്യമല്ല, അതൊരു പ്രവാചകനെ സാധ്യമാകുള്ളൂ. പ്രവാചകൻ ആരാണ്? സത്യത്തെ ഉൾക്കൊള്ളുന്നവരാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അസത്യം എന്താണെന്നറിയാം? അതിൻ്റെ പേരാണ് ഈ ഹൈറാർക്കി എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ വലിയ വലിയ പ്രയാസമൊന്നുമില്ല. ഒരുത്തനെ പിടിച്ച് പുരോഹിതനാക്കുന്നു, സെമിനാറിയിൽ വിടുന്നു. സെമിനാറിയിൽ അവൻ എങ്ങനെയാണ് കഴിഞ്ഞത്? ഞാനും സെമിനാറിൽ പഠിച്ച ആളാണ്. അവിടെ ഞാൻ കണ്ട കാഴ്ചകളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ പഠിച്ചു, ഇവിടെ ഡിഗ്രി കിട്ടി, ഇവിടെ വന്ന് അവനെ കുപ്പായം അണിയിച്ച് പാവട പോലെ നടത്തുന്നു. അന്ന് തൊട്ട് അവൻ എല്ലാവരെക്കാളും വേറിട്ട ഒരു വിശുദ്ധനുമാണ്. അതിനേക്കാൾ വലിയ കള്ളമുണ്ടോ? തുണി കൊണ്ട് ചുറ്റിയതുകൊണ്ട്, സാരി ഉടുപ്പിച്ചുകൊണ്ട് ഒരാളുടെ വ്യക്തിത്വം മാറുമോ? സ്വഭാവം മാറുമോ? ഇതാണ് കള്ളം, അസത്യം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഈ സഭ രാഷ്ട്രീയം ശരിക്കും പഠിച്ച് മനസാക്ഷിയെ കല്ല് പോലെയാക്കി പണം സമ്പാദിച്ച് എല്ലാവിധ അധർമ്മവും പ്രവർത്തിച്ച് ഒരുത്തൻ ബിഷപ്പാകും. കൈക്കൂലി കൊടുത്ത് സർവ്വവിധ അസംബന്ധവും കാണിച്ചാണ് ഭൂരിപക്ഷം ആളുകളും ഈ ബിഷപ്സ് ഇലക്ഷനിൽ ജയിക്കുന്നത്. അതും കള്ളം പറഞ്ഞിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയമം, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കള്ളം പറയുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അവൻ ലോകത്തിലേക്ക് എല്ലാവരെക്കാളും പരിശുദ്ധനാണ്. ഇതാണ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ. എപ്പോഴും അസത്യം എന്നാണ് എൻ്റെ അർത്ഥം. എവിടെയൊക്കെ അസത്യം നടമാടുന്നു അവിടെയൊക്കെ ബാക്കിയുള്ളവർ അടിമകളാകുമെന്നത് യേശു വെളിപ്പെടുത്തിയതാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അസത്യം നിങ്ങളെ അടിമകളാക്കുമെന്നല്ല എൻ്റെ അർത്ഥം. അസത്യം നിറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? അടിമകളെപ്പോലെ കിടക്കാനല്ലാതെ. 100 പേര് നിങ്ങൾ മുതുകിൽ കൂടെ ചവിട്ടിപ്പോയാലും നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അങ്ങനെ കിടക്കാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. ബത്സേദ കുളക്കര 38 വർഷം കിടന്ന ഒരു രോഗിയല്ലേ? അത്ര രോഗികളാണ് നാമെല്ലാം. അവിടത്തൊക്കെ കിടക്കുകയാണ്. നട്ടെല്ലാം നൂർത്ത് 2 ചുവട്ടടി വെക്കുന്ന പരിപാടി നമുക്കില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ബാബേൽ ഗോപുരം തകർന്നു പോയി എന്ന് നാം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യരാശിയുടെ അവസ്ഥയിൽ ഒരിക്കൽ പോലും ഈ ശ്രേണീബദ്ധമായ അധികാരഘടന, ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കൊണ്ടുവരരുത്, ദയവായി കൊണ്ടുവന്നാൽ നിൻ്റെ മനുഷ്യത്വം തകർന്നു പോകുമെന്ന അറിവാണ് അവിടെ വച്ചിരിക്കുന്നത്. ഗോപുരം എന്നത് ശ്രേണീബദ്ധമായ അധികാരഘടനയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതീകമാണ്. ഇറ്റ്സ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് സിമ്പിൾ ഓഫ് ദ ഹൈറാർക്കിക്കൽ പവർ സ്ട്രക്ചർ. അത് ദൈവം തകർത്തു എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്. കാരണം അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്. അതേ ദൗത്യമാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവും നിർവഹിച്ചത്. അതുകൊണ്ടാണ് യേശു അന്നത്തെ അധികാരവർഗങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ തൻ്റെ അടുത്തോടെ നിന്നത്. മഹാവിരോധത്തിന് മുമ്പിലാണെങ്കിലും പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിലാണെങ്കിലും മുട്ടുമടക്കാതെ അവരുടെ ഉള്ളിൽ വിറയൽ വരത്തക്കവണ്ണം അചഞ്ചലനായ യേശു നിൽക്കാൻ കാര്യം, യേശുവിൻ്റെ കണ്ണിൽ മനുഷ്യനിർമ്മിതമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തെ മാത്രം ആവിഷ്കരിക്കുന്ന ഈ ഹൈറാർക്കിക്കൽ അതോറിറ്റി അത് അപഹാസ്യമാണ്, അത് അശ്ലീലമാണ്, അത് കണ്ടാൽ പുച്ഛിച്ച് തള്ളേണ്ടതാണ് എന്നതാണ് യേശുവിൻ്റെ നിലപാട്. അത് മനസ്സിലാക്കാൻ ധൈര്യമുള്ള ക്രിസ്ത്യാനി ഇല്ലാതെ പോയാൽ സങ്കടമൊന്നുമില്ലാതെ എന്താണ് പറയട്ടെ. ദയവായി വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനവിടെ മധ്യമുണ്ട്. അവിടെ ഹൈറാർക്കി എങ്ങനെ വന്നു കൂടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ആവിർഭാവം റോമൻ സാമ്രാജ്യമാണ്. സഭ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്ന് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ സംസ്കാരം ഉൾക്കൊണ്ട് യേശുവിൻ്റെ ദർശനത്തെ 100% ഉപേക്ഷിച്ച് അതൊരു രാഷ്ട്രീയ സംഘടനയായി പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് ഈ അധികാര ഘടന ഇതിൽ കടന്നുകൂടിയത്. അതിനുശേഷം അത് പൈശാചികമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിലുള്ള സഭ കണ്ട് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ക്രിസ്ത്യാനി മനുഷ്യൻ കണ്ടു വച്ചിരിക്കുന്ന ഈ കോക്കാമ്പീച്ച് കോപ്രായങ്ങളാണ് യേശുവിൻ്റെ ശരീരമായ സഭ.
യേശുവിൻ്റെ മണവാട്ടിയായ സഭ. ഇതാണ് യേശുവിൻ്റെ മണവാട്ടിയെങ്കിൽ യേശുവിനെ ഓർത്ത് നമുക്ക് കരയേണ്ടി വരും. അയ്യോ, യേശു എങ്ങനെ സഹിക്കും? ഇതാണ് യേശുവിൻ്റെ മണവാട്ടിയെങ്കിൽ ഒന്നും പറയണ്ട. ഇതെങ്ങനെ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കും? ഇതെങ്ങനെ മനുഷ്യർ സ്വീകരിക്കും? ഇതെങ്ങനെ മനുഷ്യർ തത്ത പോലെ ചൊല്ലിക്കൊണ്ടിരിക്കും? എനിക്ക് മനസ്സിലാകുന്നില്ല. ദയവായി ഓർത്തിരിക്കുക, വേദപുസ്തകത്തിൻ്റെ ഏതാണ്ട് ആദ്യ ഭാഗത്ത് തന്നെ 11-ാം അധ്യായത്തിലാണ് ബാബേൽ ഗോപുരം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യമാണ്. മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് തന്നെ ഏറ്റവും വലിയ കെടുതികൾ വരുത്തുന്ന 2 കാര്യമാണ് ഹൈറാർക്കിയും ഹെറിഡിറ്റിയും. ഒരു മനുഷ്യനെ അവൻ പിറന്ന സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം അളക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അധർമ്മമുണ്ടോ ലോകത്തിൽ? ഒരുത്തൻ ഒരു ശൂദ്ര സംവിധാനത്തിൽ, അത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയതല്ലേ. ഗുരുനാനാക്ക് അതിനെപ്പറ്റി പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞാൽ അശ്ലീലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. കബീർ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പിറവിയിൽ കൂടെ അവൻ്റെ ദേഹത്ത് ഈ വലിയ ശാപം നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? അതേ ശാപം ക്രിസ്തീയ സഭയിലുണ്ട്. ദളിതൻ, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ദളിതനാകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനിക്ക് ദളിതാകാൻ സാധിക്കുമോ? ഒരു ക്രിസ്ത്യാനിയെ ദളിതാക്കുന്ന മറ്റേ ക്രിസ്ത്യാനിയെ നാം എന്ത് വിളിക്കണം? അവൻ്റെ പേരെന്തായിരിക്കണം? അവൻ അന്ത്യക്രിസ്തുവല്ലേ? യേശുവിൻ്റെ കാഴ്ചപ്പാടിനെ ഇതിനേക്കാൾ അപമാനിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കല്പമുണ്ടോ? എൻ്റെ ശരീരമെന്ന് പറഞ്ഞ യേശു, അതിൻ്റെ അംശങ്ങളെ ഇപ്രകാരമാണ് നാം കാണേണ്ടത്. ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ്? നാം യേശുവിൻ്റെ പേര് പറയുന്നുവെങ്കിലും യേശുവിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ആ വെളിച്ചവും അതിൻ്റെ മേന്മയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടു എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ബാബേൽ ഗോപുരമാണ് ഇപ്പോൾ നമ്മുടെ സഭകളെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാബേൽ ഗോപുരം പണിതത് ജനം ചിതറിപ്പോകാതിരിക്കേണ്ടതിനാണ്. അത് പണിതത് കൊണ്ടെന്ത് സംഭവിച്ചു? ജനം ചിതറിപ്പോയി. അത് തന്നെയല്ലേ ക്രിസ്തുവിൻ്റെ ഏക ശരീരം എന്ന വിഭാവനയിൽ ആരംഭിച്ച സഭ 50,000 കഷ്ണങ്ങളായി മുറിഞ്ഞു പോയില്ലേ? ഇത് ബാബേൽ ഗോപുരം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിന് യേശു ശരീരമെന്ന് പറയണമെങ്കിൽ യേശുവിനോട് അത്രമാത്രം പകയുണ്ടായിരിക്കണം. അവനെ അപമാനിക്കുന്നതിൽ അത്രമാത്രം സന്തോഷം നാം കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഇതാണ് യേശുവിൻ്റെ ശരീരം എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് യേശുവിൻ്റെ സഭയല്ല, ഇത് ബാബേൽ ഗോപുരമാണ്. ദൈവത്താൽ ശപിക്കപ്പെട്ട ബാബേൽ ഗോപുരമാണിത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറൊരു ദർശനം നാം കാണുക. അതാണ് പെന്തക്കോസ്ത്. മനുഷ്യൻ കീറി മുറിച്ച് വലിച്ച് എറിഞ്ഞു കളഞ്ഞ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് വീണ്ടും അതിനെ ഒന്നാക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ കുത്തക പേറിക്കൊണ്ട് നടക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്ററും ഇതേ പരിപാടി തുടരുകയാണ്. എത്ര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളാണ്, അവർ തമ്മിലുള്ള അടിപിടി നിങ്ങൾ കാണുന്നില്ലേ? ഇതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പോകാതെ നിങ്ങൾ കാത്തു സൂക്ഷിപ്പീൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെടുത്തുന്ന ഒരു സംവിധാനത്തോടും നിങ്ങൾ സന്ധിയാകരുത്. നിങ്ങളുടെ വെളിച്ചം ഇരുട്ടായി പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. യേശു പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഏവർക്കും നമസ്കാരം.